നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്യൂണറൽ മാസിൽ പങ്കെടുക്കുവാൻ 165-ലധികം രാഷ്ട്ര നേതാക്കന്മാർ റോമിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിയിരുന്നു. അതിൽ പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ പരിശുദ്ധ പിതാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ബലിക്ക് മുമ്പായി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്ത് അവർ ഒന്നിച്ചുകൂടി അനുരഞ്ജനത്തിൻ്റെ സംഭാഷണങ്ങൾ നടത്തി എന്ന വലിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യ അഭിലാഷം ലാസ്റ്റ് വില്ല് എഴുതി വെച്ചിരിക്കുന്നതിൽ അവസാനത്തെ സെൻറ്റൻസിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ഞാൻ ജീവിതത്തിൽ കടന്നുപോയ സഹനങ്ങളെല്ലാം ഇതാ ലോക സമാധാനത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം ഇരുന്ന ആ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തളത്തിൽ വെച്ച് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ അനുരഞ്ജന സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അത്ഭുതകരമായ മധ്യസ്ഥത്തിൻ്റെ ശക്തിയായി നമുക്ക് കാണാം. എന്തുമാകട്ടെ, ഈ വർഷം മാർച്ച് 1-ാം തീയതി വൈറ്റ് ഹൗസിൽ വെച്ച് സെലൻസ്കിയും അതോടൊപ്പം തന്നെ ട്രംപും തമ്മിൽ നടന്ന വലിയ ഒരു വാഗ്വാദങ്ങളും അസ്വസ്ഥതകളും ലോകം സാക്ഷ്യം വഹിച്ചതാണ്. എന്നാൽ ഇതാ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരം അല്ലെങ്കിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തളം ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ എന്ന് പറയാം നമുക്കൊരു പക്ഷേ. അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സാന്നിധ്യമല്ല, ആത്മീയ സാന്നിധ്യത്തിൽ അനുഗ്രഹത്തിൻ്റെ സ്ഥലമായി മാറി എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഈ അനുരഞ്ജന സംഭാഷണം. ഫ്രാൻസിസ് മാർപ്പാപ്പ 38 ദിവസം ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ പോലും അദ്ദേഹം മുടങ്ങാതെ ഗസയിലെ ജനത്തെ വിളിച്ച് യുദ്ധം അവസാനിക്കുമെന്നതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പുടിനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധികൾ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമേ എന്ന് പുടിനോട് തൻ്റെ വെനസ്ഡേ ഓഡിയൻസിൽ ഒരുപാട് പ്രാവശ്യം മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക സമാധാനത്തിന് വേണ്ടി ഇത്രയേറെ പ്രയത്നിച്ച ലോകത്തിലെ ഒരു നേതാവും ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഉണ്ടായിരിക്കുകയില്ല. അതിലുപരിയായി ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഉക്രൈനിലും ഇസ്രായേലും പലസ്തീനിലും ഒക്കെ സമാധാനം ആഗ്രഹിച്ച ഒരു വ്യക്തി ഇതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഒരു വ്യക്തി ഉണ്ടായിരിക്കുകയും നോബൽ സമ്മാനം ലോകം കൊടുത്തില്ലെങ്കിലും ഒരുപക്ഷെ സ്വർഗം കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയായി കൂടി നമുക്കിത് കാണാം. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകൾ നടന്ന ഇന്നേ ദിവസം ഈ ഏപ്രിൽ 26-ാം തീയതി ബസിലിക്കയുടെ അങ്കണത്തിൽ അവർ തമ്മിൽ അനുരഞ്ജന സംസാരങ്ങൾ നടത്തിയെങ്കിൽ അത് സമാധാനത്തിലേക്ക് നയിക്കട്ടെ എന്നും റഷ്യയും സെലൻസ്കിയും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിച്ച് സമാധാനം സംസ്ഥാപിതമാകട്ടെ എന്നും എഫേസൂസ് 2:14 പറയുന്നത് പോലെ ശത്രുവായ പിശാചിനെ കാൽച്ചുവട്ടിൽ ആക്കി ബന്ധിച്ച് അവൻ സമാധാനം സ്ഥാപിക്കുമെന്നും ശത്രുതയുടെ മതിലുകൾ തകർത്ത് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. ഫാദർ ജോജി പോളിനോടൊപ്പം ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.